ലവ്ലി ഷോട്ട്സിൻ്റെ PSC ആവർത്തന ചോദ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 20 ആവർത്തന ചോദ്യങ്ങളാണ്. പ്രധാനമായും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക്. 1. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ റൈറ്റ് ടു ഈക്വാളിറ്റി അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 1. നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ, കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. അപ്പോൾ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ആൻസർ കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, ഇത് സമത്വത്തിനുള്ള അവകാശങ്ങളിൽ പെടാത്തതാണ് കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 4A. ഭരണഘടനയുടെ 4A ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തിൻ്റെയും സമത്വത്തിൻ്റെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏത്? ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏതാണ്? ആൻസർ വെള്ള നിറമാണ് സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമന അംഗീകരിച്ചത്. അത് ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? 24ൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ എ, ഹിന്ദി ഭാഷയിലുള്ള ജനഗണമനയുടെ പതിപ്പിനാണ് അന്ന് അംഗീകാരം നൽകിയത്, ഹിന്ദി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? ഇന്ത്യയുടെ ദേശീയ ഗീതം സിമ്പിളാണ്, വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷമാണ് 1993. 1993 ഇന്ത്യൻ പാർലമെന്റ് മനുഷ്യാവകാശ നിയമം പാസാക്കിയത് 1993. ഇനി കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കാൻ പ്രവർത്തിച്ച സംഘടനയാണ് ഉത്തർപ്രദേശിലെ കിസാൻ ശക്തി മോർച്ച. തെറ്റാണിത്. രാജസ്ഥാനിലെ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ എന്നീ വിവരങ്ങൾ വിവരാവകാശ നിയമം വഴി വെളിപ്പെടുത്താവുന്നതാണ്. ഇത് തെറ്റാണ്. വിവരാവകാശ നിയമം വഴി വെളിപ്പെടുത്താൻ പാടില്ല. നെക്സ്റ്റ്, മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കുറയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. ഇതും ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. അതേപോലെ തന്നെ വിവരാവകാശ കമ്മീഷണറും 10ൽ കുറയാത്ത അംഗങ്ങളുമാണ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ 27ൻ്റെ ആൻസർ PSC
പ്രൊവിഷണൽ ആൻസർ കീയിൽ നൽകിയിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആൻസറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഡിയും എയും നമുക്ക് പറയാൻ പറ്റും. വിവരാവകാശ നിയമം നിലവിൽ വന്നത് പാർലമെൻറ്റ് പാസ്സാക്കിയത് ജൂൺ 15, 2005 നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. അപ്പോൾ ഈ രണ്ടും ആൻസർ ശരിയാണ്. അതായത് എയും ഡിയും ശരിയാണ്. PSC നൽകിയ ആൻസർ കീ ഓപ്ഷൻ ഡി മാത്രമാണ് ശരി എന്നാണ്. തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമില്ല, ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു, മതത്തെ നിഷേധിക്കുന്നു. അപ്പോൾ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല എന്നതാണ്. മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ടൊരു മതമില്ല എന്നതാണ് മതേതരത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷമാണ് 1955. 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അരുൺ കുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. അദ്ദേഹത്തിന് ബന്ധമില്ലാത്തൊരു പ്രസ്താവനയാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തത് CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. ഇത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ഇതും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തത് നമ്മൾ പറഞ്ഞു CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രമാണ് ആൻസർ. ഒന്ന് മാത്രം അദ്ദേഹവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇത് ശരിയാണ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ചോദിച്ചിരിക്കുന്നത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ഇനി കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. ഇത് തെറ്റാണ്. നെക്സ്റ്റ്, ബ്രിട്ടീഷ് സർക്കാർ സ്റ്റഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ 1ഉം 3ഉം ശരിയായ പ്രസ്താവനയാണ്. 2ആണ് ബന്ധമില്ലാത്ത പ്രസ്താവന, തെറ്റായ പ്രസ്താവന. അപ്പോൾ ആൻസർ 32 ബി ആണ് ആൻസർ. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 2 മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. അതായത് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു എന്നത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്, അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം. ശരിയായ പ്രസ്താവനയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ശരിയാണ്. ആസാദിൻ്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇതും ശരിയാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നെയ് താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. നെയ്യും താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ്യും താലിം. അപ്പോൾ ഇത് മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധമില്ലാത്തൊരു പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ 33 4 മാത്രം, അതായത് ഓപ്ഷൻ ഡി ആണ്. 33ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. നെയ്ം താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു എന്നത് അദ്ദേഹവുമായി ബന്ധമില്ല, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്,
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. 1. അഭയാർത്ഥി പ്രവാഹം. അഭയാർത്ഥി പ്രവാഹം ഇന്ത്യ നേരിട്ട ഒരു വെല്ലുവിളിയായിരുന്നു. വർഗീയ ലഹളയും ഇന്ത്യ നേരിട്ട ഒരു വെല്ലുവിളിയായിരുന്നു. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ, ഇത് ഇന്ത്യ നേരിട്ട ഒരു വെല്ലുവിളിയല്ല. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ഇതും ഇന്ത്യ നേരിട്ട ഒരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ ആൻസർ സ്വാതന്ത്ര്യത്തിനു ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ, ഇത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി അല്ല. അപ്പോൾ ഓപ്ഷൻ 34ൻ്റെ ആൻസർ 3 മാത്രമാണ്. 3 മാത്രം. അപ്പോൾ 34ൻ്റെ ആൻസർ സി ആണ് ആൻസർ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് സി, 3 മാത്രം. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ ഇന്ത്യക്കൊരു വെല്ലുവിളിയല്ലായിരുന്നു, ബാക്കി 3ഉം വെല്ലുവിളിയായിരുന്നു. അപ്പോൾ ആൻസർ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. ശരിയാണ്. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. ഇത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ കലയുടെയും വളർച്ചയുടെയും അതുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ല. ഇനി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. ഇത് ശരിയാണ് ആൻസർ. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. അപ്പോൾ ആൻസർ യോജിക്കാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു എന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് സ്ഥാപിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ല, അതിനു മുമ്പേ സ്ഥാപിക്കപ്പെട്ടതാണ്. അപ്പോൾ വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. ഇതാണ് ഇവിടെ ആൻസർ. 35ൻ്റെ ആൻസർ ബി ആണ്. 35ൻ്റെ ആൻസർ ബി ആണ്. 2 മാത്രം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശരിയായ ജോഡികൾ കണ്ടെത്തുക. 36 ശരിയായ ജോഡികൾ കണ്ടെത്തുക. നാഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ അതേപോലെ തന്നെ വന്ദേ മാതരം, ഇത് രണ്ടും തെറ്റാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലകാണ് കേസരിയും മറാത്തയും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശരിയായ ജോഡി ഒന്ന് നാഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, കേസരി മറാത്ത ബാലഗംഗാധര തിലക്. അപ്പോൾ 1ഉം 4ഉമാണ് ശരി. 1ഉം 4ഉം ഓപ്ഷൻ സി ആണ്. 36ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നാഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, കേസരി മറാത്ത ബാലഗംഗാധര തിലക്. അപ്പോൾ ഓപ്ഷൻ സി 1ഉം 4ഉമാണ് ശരിയായ ജോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങളുടെ താഴെ തന്നിരിക്കുന്ന ജോഡിയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1 ഗദ്ദാർ പാർട്ടിയാണ്. ഗദ്ദാർ പാർട്ടി ചന്ദ്രശേഖർ ആസാദ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CR ദാസ്, മോത്തിലാൽ നെഹ്റു. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. AITUC MN ജോഷി, ലാല ലജ്പത് റായ്. അപ്പോൾ ഇവിടെ ശരിയായിരിക്കുന്നത് ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. AITUCയുടെ നേതാക്കന്മാരാണ് MN ജോഷി, ലാല ലജ്പത് റായ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയല്ല. CR ദാസും മോത്തിലാൽ നെഹ്റുവും സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകരാണ്. അപ്പോൾ ഇവിടെ ആൻസർ 3ഉം 4ഉമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉമാണ് ശരിയായ ജോഡി. 3ഉം 4ഉം എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. AITUCയുമായിട്ട് ബന്ധപ്പെട്ടവർ MN ജോഷിയും ലാല ലജ്പത് റായുമാണ്. അപ്പോൾ 3ഉം 4ഉമാണ് ശരിയായ ജോഡി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദാദാബായ് നവറോജിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ദാദാബായ് നവറോജിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. INCയുടെ ആദ്യ പ്രസിഡന്റ്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഇത് ശരിയാണ്, വന്ധ്യവയോധികനാണ്. കോൺഗ്രസ്സിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു, ശരിയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ സംബന്ധിച്ച്
ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു? ഇതും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. INCയുടെ ആദ്യ പ്രസിഡന്റ്, അപ്പം 4 ആൻസർ. INCയുടെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി ആയിരുന്നു. അതുകൊണ്ട് തെറ്റായ പ്രസ്താവനയാണിത്. അപ്പോൾ ഓപ്ഷൻ ഡി 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചത് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണം 1986 ദേശീയ വിദ്യാഭ്യാസ നയം. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ ബി 2ഉം 3ഉം. 2ഉം 3ഉമാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനം നടത്തിയത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാറാണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ് നിർദ്ദേശിച്ചത്. അപ്പോൾ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ് 2ഉം 3ഉം. ഓപ്ഷൻ ബി ആണ് ആൻസർ 2. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം നടത്തിയത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാറാണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചത് ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 2, 3. 2, 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ സജീവ പ്രവർത്തകയായിരുന്നു. ശരിയായ പ്രസ്താവനയാണ്. മാഡം ഭിക്കാജി ഗാമ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തി. ശരിയായ പ്രസ്താവനയാണ്. പണ്ഡിത രമാബായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉമാണ് ശരിയായ. പണ്ഡിത രമാബായി തന്നെയാണ് ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത്. പണ്ഡിത രമാബായി. അപ്പോൾ 3ഉം ശരിയാണ്. അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമര നായികയായിരുന്നു. സമരത്തിൽ സജീവ പ്രവർത്തകയായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. മാഡം ഭിക്കാജി ഗാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തി. പണ്ഡിത രമാബായി തന്നെയാണ് ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത്. അപ്പോൾ 3ഉം ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ചധികം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക, നന്നായിട്ട് പഠിക്കുക. എല്ലാ പരീക്ഷകളിലും ആവർത്തന ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും ധാരാളം കടന്നു വരാറുണ്ട്. അപ്പോൾ ആ സീരിയസോട് കൂടി തന്നെ പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.